എല്ലാവർക്കും ഇപ്പൊ സമാധാനായില്ലേ? ഇനി എന്റെ മോളെ കൊണ്ടുള്ള ശല്യം ആർക്കും ഉണ്ടാവില്ല. ആർക്കും. സന്തോഷായില്ലേ? എല്ലാരും ഹാപ്പി അല്ലേ? വി പി, എന്തു പറ്റിയടോ? താനെന്താ ഇങ്ങനെ? സങ്കടമുണ്ട് അമ്പിമാമ, അത്രയ്ക്ക് സങ്കടമുണ്ട്. പോട്ടെ മുരളി, അയാളുടെ വിഷമം കൊണ്ട് പറഞ്ഞതല്ലേ. താനിതൊന്നും കാര്യമാക്കണ്ട. ഹലോ. മുരളിയേട്ടാ, അപ്പൂന് എന്താ പറ്റിയത്? എങ്ങനെയുണ്ട് അവക്കിപ്പോ? അപ്പു ഐസിയുലാണ് അശ്വതി. ഒന്നും പറയാറായിട്ടില്ല. എന്റെ ഈശ്വരാ, എന്താ അവിടെ ചെയ്തത്? പോയിസണോ സ്ലീപ്പിംഗ് പിൽസോ എന്തോ ആണ്. ഒന്നും കൃത്യമായിട്ട് അറിഞ്ഞില്ല. അപ്പൊ അവളെല്ലാം നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതായിരുന്നു അല്ലേ മുരളിയേട്ടാ? എന്ന് തോന്നുന്നു. അവക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അവൾ ഓക്കെ അല്ലേ? ഒന്നും ഇപ്പൊ പറയാൻ പറ്റില്ല അശ്വതി. എല്ലാരും ഇവിടെ നല്ല ടെൻഷനില്ല. നീ ഫോൺ വെച്ചോ. എന്തേലും പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി എന്നാ. ശരി. സിസ്റ്റർ, അപൂർവയ്ക്ക് ഒന്നും പറയാറായിട്ടില്ല. പേഷ്യന്റ് അതേ കണ്ടീഷനിൽ തുടരുകയാ. അതെ, നിങ്ങൾ എല്ലാരും കൂടി ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. അത്യാവശ്യം 1-2 പേര് മാത്രം ഇവിടെ നിന്നാ മതി. ബാക്കിയുള്ളവർ ഇവിടെ നിന്ന് മാറി തരണം. ഐസിയുന് മുന്നിൽ ഇത്രയും പേര് അലോഡല്ല, അതുകൊണ്ടാ. ശരി. വി പി, ഇന്നിപ്പോ ഇവിടെ ഇങ്ങനെ എല്ലാരും കൂടി നിന്നിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇന്നിനി അപ്പൂനെ കാണാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, ഞാനും ഗീതയും കൂടി ഇവിടെ നിന്നോളാം. വി പി മുരളയും കൂടി മാളൂനെയും കൂട്ടി വീട്ടിലേക്ക് പൊയ്ക്കോ. ഏയ്, അത് ശരിയാവില്ല. ഞാനിവിടെ നിന്നോളാം. അമ്പിമാമ അവരെയും കൂട്ടി പോയിക്കോളൂ. രാവിലെ വന്നാ മതി. ഹേയ്, അത് വേണ്ടടോ. ഞാനിവിടെ പുറത്ത് വരാന്തയിൽ എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളാം. ആ, എന്നാ ഒരു കാര്യം ചെയ്യ്, മോളെയും കൂട്ടി മുരളി വീട്ടിലേക്ക് പൊയ്ക്കോ. ഇനിയും ലേറ്റാകാതെ മാളൂനെ കൊണ്ട് ഇറങ്ങാൻ നോക്ക്. എന്നാ ഞങ്ങൾ പോയിട്ട് രാവിലെ വരാം. മാളു, വാ മോളെ. ഇല്ലച്ച, ഞാൻ വരുന്നില്ല. അച്ഛൻ പോയിക്കോ. ആഹാ, അത് വേണ്ട മോളെ. ഇപ്പൊ ഇവിടെ നിന്നിട്ട് അപ്പൂനെ കാണാൻ പറ്റില്ലല്ലോ. എല്ലാവരും ഇവിടെ നിൽക്കാൻ ആശുപത്രിക്കാർ സമ്മതിക്കുകയില്ല. മോള് ഇപ്പൊ അച്ഛൻ്റെ കൂടെ ചെല്ലേ. നമുക്ക് രാവിലെ വരാം മോളെ. ചെല്ലു മോളെ. പോയിട്ട് വാ. നാളെ വരുമ്പോ അവളെ കാണാമല്ലോ. വിഷമിക്കണ്ട. വി പി, ഞാൻ പുറത്ത് വരാന്തയിലുണ്ടാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഓ, ഭാഗ്യം. ലിവറിനെയും കിഡ്നിയൊന്നും ടോക്സിൻ സാരമായി ബാധിച്ചിട്ടില്ല. 2-3 ടെസ്റ്റുകളുടെ റിസൾട്ട് കൂടി വരാനുണ്ട്. അതുകൂടി കിട്ടിയാലേ നമുക്ക് പൂർണ്ണമായും പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. ഏതായാലും അടുത്ത 1-2 മണിക്കൂർ നിർണായകമാണ്. ഭയപ്പെടാതിരിക്കൂ. നമുക്ക് നല്ലത് മാത്രം പ്രതീക്ഷിക്കാം. ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന സ്റ്റേജ് വെച്ച് നോക്കുമ്പോൾ പേഷ്യന്റിന് ഇത്രയെങ്കിലും പുരോഗതി ഉണ്ടാവുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചതല്ല. കണ്ടീഷൻ അത്രയ്ക്ക് വേഴ്സായിരുന്നു. ഡോക്ടർ, ഇനിയിപ്പോ ഇത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരില്ലല്ലോ അല്ലേ? നോ, ഉറപ്പായും വേണ്ടിവരും. ഇൻ കേസ് പേഷ്യന്റിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ
പിന്നെ അതിൻ്റെ ഉത്തരവാദിത്തം ഹോസ്പിറ്റലിന് ചുമല്ലാവും. അത് മാത്രമല്ല, ആരെങ്കിലും ഇങ്ങനൊരു സംഭവം പോലീസിനെ അറിയിക്കാതെ രഹസ്യമായി ഞങ്ങൾ ഹാൻഡിൽ ചെയ്തു എന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അത് ഞങ്ങളുടെ ഗുഡ്വില്ലിനെ കൂടി ബാധിക്കും. ഇതൊന്നും ഇവിടെ ആരും അറിയാൻ പോകുന്നില്ല ഡോക്ടർ. ആ സ്ഥിതിക്ക് പറയാൻ പറ്റില്ല. ഓൺലൈൻ മീഡിയ കൂണ് പോലെ മുളച്ചു പൊന്തുന്ന കാലവാ. കയ്യിലൊരു സ്മാർട്ട് ഫോൺ ഉള്ളവനൊക്കെ ഇപ്പോൾ ഓരോ ചാനലിൻ്റെ മുതലാളിമാരാ. സ്വന്തം ചാനലിൻ്റെ വ്യൂവേഴ്സിനെ കൂട്ടാൻ ആർക്കെങ്കിലും ഒരു കുസൃതി തോന്നി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ ഞങ്ങൾ പെട്ടുപോകും. സോ ഔട്ട് ഓഫ് ദ വേ. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് ഞാൻ ഉറപ്പ് തരാം ഡോക്ടർ. എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ ഇത് പോലീസിൽ ഇൻഫോം ചെയ്യായിരുന്നൂടെ? പ്ലീസ്. നിങ്ങളുടെ വിഷം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അറ്റംപ്റ്റ് സൂയിസൈഡ് സെക്ഷൻ 309 പ്രകാരം ലീഗൽ ഒഫൻസ് ആണ്. അങ്ങനെ ഹിസ്റ്ററി ഉള്ളൊരു കേസ് വന്നാൽ അത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പോലീസിനെ ഇൻഫോം ചെയ്യണമെന്നുള്ളതാണ് ചട്ടം. അതൊക്കെ അറിയാം ഡോക്ടർ. എങ്കിലും ഞാനൊരു പേഴ്സണൽ ഫേവർ ചോദിക്കുക. വിത്ത് യുവർ കൺസെൻറ്റ് ഞാൻ വേണമെങ്കിൽ ഹോസ്പിറ്റൽ MD ആയിട്ട് സംസാരിക്കാം. പോലീസ് കേസൊക്കെയായി ഇത് ഏതെങ്കിലും വഴിക്ക് പുറത്തറിഞ്ഞാൽ ഞാനും എൻ്റെ ഫാമിലിയും പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഡോക്ടർ. അതുമാത്രമല്ല, അത്യാവശ്യം റെപ്യൂട്ടേഷനുള്ള ഒരു കരിയർ ഡെവലപ്മെൻറ്റ് ട്രെയിനറും മോട്ടിവേറ്ററും ഒക്കെയാണ് ഞാൻ. അങ്ങനെ ഒരാളുടെ മകൾ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ അതെൻ്റെ കരിയറിനെയും ക്രെഡിബിലിറ്റിയൊക്കെ ബാധിക്കും ഡോക്ടർ. സോ പ്ലീസ്, ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. ഓക്കെ, ഏതായാലും ഞാൻ MDയുമായി ഒന്ന് സംസാരിക്കട്ടെ. അതിനുള്ളിൽ മറ്റു കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാകാതിരുന്നാൽ കൊള്ളാം. ഞാൻ പറഞ്ഞല്ലോ, അടുത്ത 1-2 മണിക്കൂർ നിർണായകമാണ്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഓക്കെ ഡോക്ടർ, താങ്ക് യു. സിസ്റ്റർ, എന്താ VP? ഡോക്ടറെ കണ്ടിട്ട് എന്തായി? എന്ത് പറഞ്ഞു? കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇനി അപ്പൂന് കുഴപ്പമൊന്നും വരില്ലായിരിക്കും അല്ലേ? ഞാൻ ഡ്യൂട്ടിയിലുള്ള നഴ്സിനോട് ചോദിച്ചു. ഇന്നലെ കൊണ്ടുവന്നപ്പോഴുള്ള സ്റ്റേജിനേക്കാളും പ്രോഗ്രസ് ഉണ്ടെന്ന് അവർ പറഞ്ഞത്. ചിലപ്പോ അവക്കിപ്പം ബോധം വന്നിട്ടുണ്ടാവും. പാവം നമ്മളേക്ക് അന്വേഷിക്കുന്നുണ്ടാവും. ഞാനൊന്ന് ചോദിക്കട്ടെ? ഇതാ തനന്ന് വന്നേ. താൻ പാനിക്കാവരുത്. അടുത്ത 1-2 മണിക്കൂർ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. അതിനുള്ളിൽ അപ്പന് ബോധം വീണില്ലെങ്കിൽ പോലീസ് കേസാക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനാവില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. എങ്ങനെയെങ്കിലും അതൊന്ന് ഒഴിവാക്കണമെന്ന് ഞാൻ മാക്സിമം പറഞ്ഞു നോക്കിയിട്ടുണ്ട്. കേസ് എടുക്കാതിരുന്നാൽ മതിയായിരുന്നു. VPക്ക് അതാണോ വലിയ കാര്യം? എങ്ങനെയെങ്കിലും അപ്പോ ഒന്ന് ഓക്കെ കാണുകയല്ലേ വേണ്ടത്? യെസ്, അപ്പൻ്റെ കാര്യം തന്നെയാണ് പ്രധാനം. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യവും അതുപോലെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കേസും കോടതിയൊക്കെ ആയിട്ട് ഇത് വളർന്നാൽ ആകെ നാണക്കേടായി തീരും. ഇതാ എൻ്റെ പ്രൊഫഷനെയും നമ്മുടെ ലൈഫിനെയൊക്കെ അത് വല്ലാതെ ബാധിക്കും.
ഞാൻ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത ഇമേജ് മുഴുവൻ ഈ ഒരൊറ്റ സംഭവം കൊണ്ട് ഒന്ന് നിർത്തുന്നുണ്ടോ? ഇതൊക്കെയാണോ ഇപ്പൊ ആലോചിച്ചു കൂട്ടുന്നത്? ലൈഫോ, ഇമേജോ, പ്രൊഫഷനോ, പോലീസ് കേസോ? അതൊന്നുമല്ല. അതിനെപ്പറ്റി ഒന്നുമല്ല ഇപ്പൊ ആലോചിക്കേണ്ടത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ അകത്ത് കിടക്കുന്നത് നമ്മുടെ മോളാ. അവളെ ഒന്ന് രക്ഷിച്ചെടുക്കണം നമുക്ക്. അത് കഴിഞ്ഞേ ഉള്ളൂ എനിക്കെന്തും. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക VP. VP, ഇത് കുടിക്കടോ. കാലത്ത് മുതൽ താനൊന്നും കഴിക്കാതിരിക്കുകയല്ലേ? ഇതാ പിടിക്ക്. ഇപ്പൊ വേണ്ട. ഒന്ന് കുടിക്കടോ, റിലാക്സ് ആവുമല്ലോ. ഇതാ മോളെ, നീയും കുടിക്ക്. നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോ അവള് പഴയതുപോലെ ഉഷാറായിട്ടിങ്ങി പോരില്ലേ? ഇത് വെറുതെ നമ്മളെയൊക്കെ ഒന്ന് പേടിപ്പിക്കാനാ, അല്ലാതൊന്നും ഇല്ലെന്നേ. ആ മാളുവാ, പാവം. നേരം വെളുത്തത് എത്രാമത്തെ തവണയാ വിളിക്കുന്നതെന്നറിയോ? ആ ഹലോ മോളെ. ഇല്ലില്ല. പിന്നെ വിവരമൊന്നും അറിഞ്ഞില്ല? ഇല്ല, കുഴപ്പമൊന്നുമില്ല. എന്നാ ശരി. ആ അപൂർവ, 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 അപൂർവ. ഡോക്ടർ, അപൂർവ വിജയ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ശരി ഡോക്ടർ. ആ ഡോക്ടർ, വെയിറ്റ്. പേഷ്യന്റ് എന്തെങ്കിലും സംസാരിച്ചിരുന്നോ? ഇല്ല ഡോക്ടർ, ജസ്റ്റ് ഒന്ന് കണ്ണു തുറന്നതേ ഉള്ളൂ. അപൂർവ, അപൂർവ, കണ്ണു തുറന്നേ അപൂർവ. ഞങ്ങൾ ആരാണെന്ന് മനസ്സിലായോ? അപൂർവ ഹോസ്പിറ്റലിലാണ്. പേടിക്കണ്ട കേട്ടോ. ഓക്കെ, റെസ്റ്റ് എടുത്തോളൂ.
ഈ മെഡിസിൻ കൂടെ സ്റ്റാർട്ട് ചെയ്തേക്ക്. ശരി ഡോക്ടർ. ഡോക്ടർ, മോക്ക് എങ്ങനെയുണ്ട്? റിലാക്സ്. അപൂർവ ക്രിട്ടിക്കൽ സ്റ്റേജ് ഏതാണ്ട് ഓവർകം ചെയ്തു എന്ന് തന്നെ പറയാം. ട്രീറ്റ്മെന്റിനോട് വളരെ നല്ല രീതിയിലാണ് പേഷ്യൻ്റ് ഇപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നത്. അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയ പിന്നെ പേടിക്കാൻ ഒന്നുമില്ല. ഏതായാലും എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായെന്ന് കൂട്ടിക്കൊള്ളൂ. ഓക്കെ? ഡോക്ടർ, എനിക്ക് മോളെ ഒന്ന് കാണാൻ പറ്റുമോ പ്ലീസ്? സോറി, ഇപ്പൊ പറ്റില്ല. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യൂ. അപൂർവ കംപ്ലീറ്റ് ആയിട്ട് ബോധത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഇപ്പൊ മോളെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുന്നതാ നല്ലത്. കുറച്ചുകൂടി കഴിയട്ടെ, കാണാമല്ലോ. മിസ്റ്റർ വിജയ് ഒന്ന് വരൂ. എന്താ ഗീത, ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? ഇനി അപ്പൂന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അവൾ ഓക്കെ ആവുന്നേ. എന്നാലും അവൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയല്ലോ അമ്മ മാമ. അപ്പോഴത്തെ ഒരു വാശിക്ക് ചെയ്തതാവും. ഇപ്പോഴത്തെ കുട്ടികളല്ലേ ഗീത, പിടിച്ചിടം ജയിച്ചില്ലെങ്കിൽ പിന്നെ ചില കുറുക്കുവഴികൾ. അല്ലാതെ എന്തു പറയാനാ? അപൂർവ, ആ ഈ മെഡിസിൻ ഒന്ന് പുറത്തുനിന്ന് വാങ്ങണേ. ആ ശരി, എന്നാ ഞാൻ പോയി വാങ്ങിട്ട് വരാം. പോലീസ് എൻക്വയറിയുടെ കാര്യം ഞാൻ MD യുടെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. MD അത് ആലോചിക്കട്ടെ എന്നാ പറഞ്ഞത്. 10 മണി കഴിഞ്ഞ് MD ക്യാബിനിലുണ്ടാവും. വിജയ് അദ്ദേഹത്തെ കണ്ട് പേഴ്സണലായി ഒന്ന് റിക്വസ്റ്റ് ചെയ്തേക്ക്. ഓ, പേഷ്യൻ്റ് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യുന്നത് കൊണ്ട് പുള്ളിക്കാരൻ ചിലപ്പോൾ സമ്മതിച്ചേക്കും. ഞാനും പറയാം. ഷുവർ ഡോക്ടർ. അദ്ദേഹം വന്ന ഉടനെ ഞാൻ പോയി കാണാം. ഓക്കെ. ഇനി പേഴ്സണലായി ഒന്ന് ചോദിച്ചോട്ടെ, ആക്ച്വലി എന്തായിരുന്നു മോളുടെ പ്രോബ്ലം? എന്തിനാ ഈ കുട്ടി ഇങ്ങനെ? ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണമെന്നില്ല. മിക്കവാറും ലവ് ഫെയില്യൂർ, അല്ലെങ്കിൽ പരീക്ഷയിൽ തോൽക്കുക, അതുമല്ലെങ്കിൽ വീട്ടുകാരുമായി ഉണ്ടാവുന്ന നിസ്സാര പിണക്കങ്ങൾ. ഇതൊക്കെയാവും ഭൂരിഭാഗം കേസുകളുടെയും കാരണങ്ങൾ. കുട്ടികൾ വളരെ സെൻസിറ്റീവാണ്, സൂക്ഷിക്കണം. മോളെ ഇവിടെ എത്തിക്കാൻ ഒരു 10 മിനിറ്റ് കൂടി താമസിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ കാത്തിരിപ്പിന് ഒരു ഫലവും ഉണ്ടാവില്ലായിരുന്നു. അത്രയ്ക്ക് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു ആ കുട്ടി. റിക്കവറായി തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ പേരൻസ് അപൂർവയുമായി ഒന്ന് തുറന്ന് സംസാരിക്കണം. എന്താണ് മോളുടെ റിയൽ പ്രോബ്ലം എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കേ. എന്നിട്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കൂ. ഇല്ലെങ്കിൽ ഇനിയും ഇതുപോലെ എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ എപ്പോഴും ഭാഗ്യം നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ലല്ലോ.